ബിന്ദുസാരന്റെ ജനനം. ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യന്റെ മാർഗനിർദ്ദേശത്തിൽ ഇന്ത്യയിലെ ശക്തമായ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ശത്രുക്കളുടെ വിഷ ആക്രമണങ്ങളിൽ നിന്ന് ചക്രവർത്തിയെ സംരക്ഷിക്കാൻ ചാണക്യൻ രഹസ്യമായി ചന്ദ്രഗുപ്തന്റെ ഭക്ഷണത്തിൽ ചെറിയ അളവിൽ വിഷം ചേർത്തു. ഇത് ക്രമേണ ചക്രവർത്തിക്ക് വിഷത്തിനെതിരെ പ്രതിരോധശേഷി നൽകി. ഒരു ശപിക്കപ്പെട്ട ദിവസം ഗർഭിണിയായ രാജ്ഞി ദുർധരയും ആയി രാജാവ് അറിയാതെ തന്റെ ഭക്ഷണം പങ്കിട്ടു. വിഷം അകത്ത് ചെന്നതും അവൾ തകർന്നു വീണു പിടഞ്ഞു മരണാസന്ന ആയി. അവളുടെ പ്രസവത്തിന് വെറും 7 ദിവസം മാത്രം ബാക്കിയായിരുന്നു. ചാണക്യൻ വേഗം പ്രവർത്തിച്ചു. രാജ്ഞിയുടെ വയറ് മുറിച്ച് അജാത ശിശുവിനെ പുറത്തെടുത്തു. പക്ഷേ ശിശു ഇനിയും 7 ദിവസം കൂടി വളരേണ്ടതുണ്ടായിരുന്നു. ചാണക്യൻ ഒരു അദ്ഭുത തന്ത്രം പ്രയോഗിച്ചു. ഓരോ ദിവസവും ഒരു പുതിയ ആടിനെ കൊന്ന് അതിന്റെ വയറ്റിൽ ആബദ്ധതൻ ശിശുവിനെ സൂക്ഷിച്ചുവെച്ചു. ആടിന്റെ ശരീരതാപവും രക്തവും ശിശുവിനെ ജീവനോടെ നിലനിർത്തി. 7 ദിവസം കഴിഞ്ഞ് ശിശു പൂർണ്ണമായി ജനിച്ചു. അവന്റെ ശരീരത്തിൽ ആടിന്റെ രക്തത്തിന്റെ തുള്ളികൾ ബിന്ദു പടർന്നു. അതുകൊണ്ട് ചാണക്യൻ ആ കുഞ്ഞിനെ ബിന്ദുസാരൻ, ബിന്ദുതുള്ളി എന്ന് നാമകരണം ചെയ്തു. പിന്നീട് ബിന്ദുസാരൻ മഹത്തായ മൗര്യ ചക്രവർത്തിയായി, അശോക മഹാരാജാവിന്റെ പിതാവായി. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ജനനം.